അപ്പോൾ നമ്മൾ ഡയറക്റ്റ് സൈറ്റിൽ പോവുകയാണ്. സോ നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് ETA ശ്രീലങ്ക അറൈവൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ETA രജിസ്ട്രേഷൻ ശ്രീലങ്ക എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരുപാട് ലിങ്ക് കിട്ടും. സോ ഇങ്ങനെ ഒരുപാട് ലിങ്കുകൾ വരും. നമ്മൾ കറക്റ്റായിട്ട് തന്നെ നോക്കുക. കാരണം ഫേക്ക് ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ചിലത് പേയ്മെൻറ്റൊക്കെ പോവും. മുന്നേ നമുക്കങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യാം. ഓക്കെ, അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫീസ് ഉണ്ടോ ഇല്ലേ, അതേപോലെ അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് റീഡ് ചെയ്യുക. ഇതിലെന്തെങ്കിലും അപ്ഡേഷൻസ് വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. പ്രത്യേകിച്ച് ഫീസ് ആൻഡ് പേയ്മെൻറ്റ്സ് എന്നുള്ള ഈ ഒരു 3rd പോയിൻറ്റിലാണ് അവർ പേയ്മെൻറ്റിനെ പറ്റി പറയുന്നത്. അതെല്ലാം കറക്റ്റായിട്ട് റീഡ് ചെയ്തിട്ട് അഗ്രി കൊടുക്കുക. ഓക്കെ, അഗ്രി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ തന്നെ ടൂറിസ്റ്റ് ETA, അതേപോലെ ബിസിനസ് പർപ്പസ്, ദെൻ ട്രാൻസിറ്റ് ETA. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ടൂറിസ്റ്റ് ഇൻഡിവിജ്വലായിട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ്. സോ അപ്ലൈ ഫോർ എൻ ഇൻഡിവിജ്വൽ അത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഫുൾ സർനെയിമും ഗിവൺ നെയിമും അതായത് കോളത്തിൽ തന്നെ കൊടുക്കുക. അത് നമ്മൾ ഒരിക്കലും മിസ്റ്റേക്ക് വരരുത്. ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള എല്ലാം കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. ഇത് മാൻഡേറ്ററി അല്ല, പക്ഷേ വാക്സിൻ അടിച്ചിട്ടുണ്ടെങ്കിൽ SN തന്നെ കൊടുത്തോളൂ. കൺട്രി ഓർ റീജിയൻ ഓഫ് ബർത്ത്, ഓക്യുപ്പേഷൻ ഞാനിവിടെ ബിസിനസ് എന്ന് കൊടുത്തു. ദെൻ നമ്മളെ പാസ്പോർട്ട് നമ്പർ, അതേപോലെ പാസ്പോർട്ട് ഇഷ്യൂ ഡേറ്റ് കൊടുക്കുക. പാസ്പോർട്ട് എക്സ്പയറി കൊടുക്കുക. എന്നിട്ട് ചൈൽഡ് ഇൻഫർമേഷൻ, നമ്മളെ കൂടെ കുട്ടികൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും 16 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ ഡാറ്റ കൂടി കൊടുക്കണം, എനേബിൾ എന്ന് കൊടുത്തിട്ട്. എന്നിട്ട് ട്രാവൽ ഇൻഫർമേഷൻ, ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇവിടെയാണ്, ഇതിൽ വേർ യു ബീൻ ഡ്യൂറിങ്, അതായത് ലാസ്റ്റ് 14 ദിവസം ട്രാവൽ ചെയ്യേണ്ട ലാസ്റ്റ് 14 ദിവസം എവിടെ ആയിരുന്നു എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഇന്ത്യയിലാവുകൊണ്ട് നമ്മൾ കറക്റ്റ് അത് കൊടുക്കുക. അത് വലിയൊരു കോംപ്ലിക്കേഷൻസ് ഇല്ല, പക്ഷെ എന്നാലും പാസ്പോർട്ടിൽ സീലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ നമ്മൾ അറൈവൽ ഡേറ്റും കാര്യങ്ങളും പ്രോപ്പറായിട്ട് കൊടുക്കുക. 23rd January. പർപ്പസ് ഓഫ് വിസിറ്റ്, ഇതിൽ മൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് പ്രോഗ്രാംസിൻ്റെ കേട്ടോ. മൈസ് എന്ന് പറയുന്നത് മീറ്റിംഗ്, ഇൻസെൻറ്റീവ്സ്, കോൺഫറൻസസ് ആൻഡ് എക്സിബിഷൻ ഓർ ഇവൻറ്റ്സ്. നമ്മളിപ്പോൾ ടൂറിനാണെങ്കിൽ സൈറ്റ് സീയിങ് ഓർ ഹോളിഡേയിങ് എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. പോർട്ട് ഓഫ് ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്ന് പോവുകയാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് കൊടുക്കുക. അതേപോലെ ഫ്ലൈറ്റ് നമ്പർ കൊടുക്കുക. ഫ്ലൈറ്റ് നമ്പർ കൊടുത്തിട്ട് നമ്മളെ പാസ്പോർട്ടിൻ്റെ ബാക്ക് പേജിൽ പ്രോപ്പറായിട്ടുള്ള അഡ്രസ്സ് ഉണ്ടാവുമല്ലോ, അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അതിൽ ഉണ്ടെങ്കിൽ സൈസ് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ കേരള കൊടുക്കാം. എന്നിട്ട് സിപ്പ് പോസ്റ്റൽ കോഡ്, നമ്മളെ പോസ്റ്റൽ കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കൺട്രി ഓർ റീജിയൻ, നമ്മൾ ഇന്ത്യയാണ്, സോ ഇന്ത്യ കൊടുത്തു. ഇതേപോലെ വേറെ പല ആളുകളും ചോദിച്ചിട്ടുള്ളൊരു സംഭവമാണ് ശ്രീലങ്കയിലത്തെ അഡ്രസ്സ് എങ്ങനെ കൊടുക്കുക എന്നുള്ളത്. സപ്പോസ് ശ്രീലങ്കയിൽ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഹോട്ടലിൻ്റെ ഇത് ജസ്റ്റ് കോപ്പി ചെയ്തതിന് ശേഷം അഡ്രസ്സ് നമ്മൾ സ്റ്റേ ചെയ്യണത്, ചിലപ്പോൾ നമ്മൾ 6 നൈറ്റിലൊക്കെ ശ്രീലങ്ക നിൽക്കുകയാണെങ്കിൽ നമ്മൾ സപ്പോസ് നമ്മളൊരു ഹോട്ടലിൽ സ്റ്റേ 6 നൈറ്റ് പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ നമ്മൾ 2 നൈറ്റ് ക്യാൻറ്റീനിലാണെങ്കിൽ 2 നൈറ്റ് കൊളംബോ, ബെൻറ്റോട്ട അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ നിൽക്കുക. സോ സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ അതിലുള്ളൊരു ഹോട്ടലിൻ്റെ, ഇപ്പം ബെർജായ ഹോട്ടൽ കൊളംബോ എന്നുള്ള ഹോട്ടലിലാണ് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക,
അവിടെ ഹോട്ടലിൻ്റെ പേര് കൊടുക്കുക. അതേപോലെ അവരെ അഡ്രസ്സ് കൊടുക്കുക, 36 കോളേജ് അവന്യൂ. അവന്യൂ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കുക. ഇതിൽ പോസ്റ്റിൽ കാണിച്ചിട്ടില്ല, കോൺടാക്ട് നമ്പർ കാണിച്ചിട്ടുണ്ട്, ഹോട്ടലിൻ്റെ മെയിൽ ID. ഇപ്പോൾ സപ്പോസ് ദർജ .റിസർവ് എന്നുള്ളതാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, അവരുടെ മെയിൽ ID കൊടുക്കുക. അതേപോലെ അവിടെ ഈ ഒരു കോൺടാക്ട് നമ്പർ ഉണ്ടല്ലോ, ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ പേസ്റ്റ് ചെയ്യാം. സോറി, പേസ്റ്റ് ആവുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു കോൺടാക്ട് നമ്പറും കൂടി കൊടുക്കണം. +94 739 610. ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മൊബൈൽ നമ്പർ ഇത് വായിക്കുക, പ്രോപ്പറായിട്ട് റീഡ് ചെയ്യുക. നമുക്ക് വാലിഡ് റെസിഡൻസ് വിസ ശ്രീലങ്ക ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കണം. അതേപോലെ 10 എക്സ്റ്റൻഷൻ ഓഫ് സ്റ്റേ ശ്രീലങ്ക വിത്ത് വാലിഡ് മൾട്ടിപ്പിൾ വിസ എൻട്രി ഇത് കൊടുക്കുക. അപ്പോൾ ഡിക്ലറേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് ഇങ്ങനെ തന്നെ കൊടുക്കുക. ഡു യു വാലിഡ് റെസിഡൻസ് വിസ ടു ശ്രീലങ്ക. അധികം ആൾക്കാർക്കും ഉണ്ടാവില്ല, അപ്പോൾ നോ കൊടുക്കുക, ടൂറിസ്റ്റ് പർപ്പസിലല്ലേ. പിന്നെ ഇതിൽ നോ കൊടുക്കുക, മൾട്ടിപ്പിൾ എൻട്രി വിസ ടു ശ്രീലങ്ക അത് കൊടുക്കുക. എന്നിട്ട് മേലത്തെല്ലാം നമ്മൾ റീകൺഫേം ചെയ്യാം. ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഡാറ്റയാണ് വരിക. ഇതാണ് അതിൻ്റെ ഒരു ഓവർവ്യൂ വരുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ റീഡ് ചെയ്യുക. നമ്മൾ കൊടുത്ത എല്ലാ ഡാറ്റാസും പ്രോപ്പർ അല്ലേ എന്നുള്ളത് നോക്കുക. അപ്പോൾ പേയ്മെൻറ്റ് ഇപ്പോൾ നിലവിൽ ഫ്രീ ആയതുകൊണ്ടാണ് ഇവിടെ $0 എന്ന് കാണിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്കെ ഇതിലൊന്ന് ചേഞ്ച് ചെയ്യാണ്ട് കേട്ടോ. ഇവിടെ ഓക്കെ, ഇപ്പം നമ്മൾ ഹോട്ടലിൻ്റെ ഇതൊക്കെ കൊടുത്തു, ഡീറ്റെയിലൊക്കെ കൊടുത്തതിന് ശേഷം പോട്ടെ, നമ്മൾ എന്താണ് ഇവിടെ ഒരു മെയിൽ ID കൊടുത്ത് നമ്മുടെ അതേപോലെ കോൺടാക്ട് നമ്പറും കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇവിടെ റീകൺഫേം ചെയ്യാണ്ട്, സോ ഇത് നമ്മൾ റീകൺഫേം ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ട് കറക്റ്റ് ഡാറ്റാസ് ഇതിൽ കാണിക്കും. അതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് റീകൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു റെസിപ്റ്റാണ് കിട്ടുക. ഇത് ഇങ്ങനെ കിട്ടും. സോ നമ്മളിത് എന്ത് ചെയ്യുക, ജസ്റ്റ് കോപ്പി ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പ്രിൻ്റ് എടുക്കാം, PDF ആക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു നമ്പർ ഉണ്ടല്ലോ, ഈ ഒരു നമ്പർ മസ്റ്റായിട്ടും നമ്മളിത് വേണം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇത് അപ്ലൈ ചെയ്തു, ഇനി അവർ 24 hours എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ 24 hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയൊന്നും ടൈം എടുക്കാറില്ല. നോർമലി വിത്തിൻ 2-3 hours ഉള്ളിൽ തന്നെ കിട്ടാറുണ്ട്. എന്നിട്ട് ഇവിടെ ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ള ആ ഒരു ഇതിൽ കൊടുത്തതിന് ശേഷം എൻ്റർ കൺഫർമേഷൻ കോഡ്, ഈ കോഡ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെക്ക് സ്റ്റാറ്റസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ താഴത്തെ എന്ത് ചെയ്യും, ഇതിൻ്റെ സ്റ്റാറ്റസ് കാണിക്കും. ഓക്കെ, സോ സ്റ്റാറ്റസ്